ഒക്കെ അത് ഇന്ന് നമ്മൾ കേരളത്തിൽ അനുഭവിക്കുകയാണ്. കേരളത്തിലെ ചള്ളിയും പൊള്ളിയായ മുജാഹിദ് ഗ്രൂപ്പുകൾക്കൊക്കെ ആണും പെണ്ണുമായി മെമ്പറെ പകുത്തു നൽകിയപ്പോ ഈ പ്രസ്ഥാനത്തിലെ ഒരാളെ പോലും എടുക്കാതെ ഞങ്ങളെ മാറ്റി നിർത്തിയതിന്റെ ദുരന്തം ഞങ്ങൾ അനുഭവിക്കുന്നു. കാസർഗോഡ് നിങ്ങളെ സമ്മേളനത്തിൽ നിന്ന് സമതകോട്ടൂർ ഞങ്ങളെ പിണ്ടം വെക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പ്രായോഗിക പ്രവർത്തനോ ഞങ്ങളെ പൗരാണിക മാതാപിതാക്കളെ വഖഫ് ചെയ്ത പള്ളികളിലും ഖബർസ്ഥാനിലും ഞങ്ങളെ വേട്ടയാടി നടത്തുമ്പോ ഉള്ളാളം ദർഗയിൽ സഹോദരന്മാരെ യൂടി ഖാദർ എന്ന് പറയുന്ന കർണാടകയിലെ കോൺഗ്രസുകാരന്റെ ഒരു പൊതുപ്രവർത്തകന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ മീസാങ്കല്ല തച്ചുടച്ചത്. അങ്ങനത്തെ കോൺഗ്രസുകാരുണ്ട്. അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചോക്ക്, നിങ്ങൾ ആലോചിക്കണം ഈ ദുരന്തത്തിന്റെ കനം. ഇവിടെ അത്തരം നിലനിൽപ്പിന് വേണ്ടി ജനാധിപത്യ രാജ്യത്ത് ഈ പ്രസ്ഥാനത്തിന് ഇസ്ലാമിക പ്രബോധനം നടത്താൻ അർഹതപ്പെട്ടത് കിട്ടണം. അത് തടയുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കണം. അത് മോശാണോ? നൗഷാദ് മൗലവി അതിനെ മോശാക്കി ചിത്രീകരിക്കുകയാണ്. ഇപ്പൊ എന്തിനാ നിങ്ങൾ മണ്ണാറക്കാട് ഇത് വർത്താനം പറഞ്ഞു വന്നത്? വഖഫ് ബോർഡിനല്ലേ, മറ്റേ ബിനാമിയാകണേ ഹജ്ജ് കമ്മിറ്റി കിട്ടാനല്ലേ കൂടത്തായി 2 ആഴ്ച മുമ്പ് പറഞ്ഞത് 2 ആഴ്ചയ്ക്ക് ശേഷം ഇയാൾ എടുത്തു പറയാം. എന്നാ പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കുന്നു. നിങ്ങൾ അംഗീകരിച്ചാ ഇവിടെ തേങ്ങാക്കൊലയാ. എല്ലാ സമയത്തും ഈ നയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോ കുഴപ്പമുണ്ടായ ഇവിടെ എന്താ വരാൻ പോണേ? പക്ഷെ ഇപ്പൊ ആരോ അവരോട് പറഞ്ഞു കൊടുത്തു പോയി, അടുത്ത 5 വർഷം കേരളത്തിന്റെ ചരിത്രമനുസരിച്ച് ഇടതുപക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, എന്നാ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനോ ഹജ്ജ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ സ്ഥാനോ കിട്ടിയേക്കും. ഇതിനല്ലേ ഈ തോന്നിവാസം നിങ്ങൾ ചെയ്യുന്നത്? അതിനാണെങ്കിൽ തന്നെ അത് തോന്നിവാസാവോ മോലേരെ? സുന്നത്ത് ജമാഅത്തിന്റെ അവകാശങ്ങളും നിലപാടുകളും സംരക്ഷിക്കാൻ ഹജ്ജ് കമ്മിറ്റിയിൽ ഒരു മെമ്പറെ കിട്ടണം, വഖഫ് ബോർഡിൽ ഒരു സ്ഥാനം കിട്ടണമെന്ന് ചിന്തിക്കുന്നതും അതിനുവേണ്ടി ചരട് വലിക്കുന്നതും ജനാധിപത്യ ബോധത്തെ ഉപയോഗപ്പെടുത്തുന്നതും തോന്നിയാസാണോ? എടുക്കൂ സമസ്തയുടെ 60ാം വാർഷിക സോവനീർ. ഇത് താജുലുലമയുടെ സമസ്തയാണ്, ഇത് ഖമറുലുലമയുടെ സമസ്തയാണ്, ഇത് വരക്കൽ തങ്ങളിൽ നിന്ന് നിർഗളിച്ച നിലപാടുകളുടെയും നയങ്ങളുടെയും ആശയ സ്രോതസ്സാണ്. സുഹൃത്തുക്കളെ, 60ാം വാർഷിക സുവനീറിൽ ഒരു തീരുമാനം 24/12/60 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പാണ്ഡികശാല മുകളിൽ വെച്ച് മൗലാന വി ഇബ്രാഹിം മുസ്ലിയാർ അയനിക്കോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ തീരുമാനം. അതിൽ 3ാമത്തെ തീരുമാനം, കേരള ഗവൺമെന്റ് രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സുന്നി വഖഫ് ബോർഡിൽ സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു പണ്ഡിതനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക. ഇത് തോന്നിയാസാണോ? ഇങ്ങനെ ഒരു തീരുമാനം മുഷാവറ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ പ്രായോഗിക നടത്തിപ്പിന് വേണ്ട രാഷ്ട്രീയ ബോധം ഈ പ്രവർത്തകർക്ക് തീർച്ചയായും ഉണ്ട്. അത് തോന്നിവാസമല്ല, അത് ഞങ്ങൾ പുഞ്ചിരിച്ച് പോളിംഗ് ബൂത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തും. അത് നന്നായി ഞങ്ങളെ എതിരാളികൾക്കറിയാം. അതാണ് ബസർക്കണേ, മനസ്സിലായില്ലേ? ഞങ്ങൾ ജയിച്ചും വിചാരിച്ച പല ലീഗുകാർ ഇപ്പോഴും മുട്ടുങ്കാല് പൊട്ടിച്ച് ബസർക്ക വെറുതെ ജയിച്ചോലേ. പക്ഷെ എന്നാലും ഏപ്പിക്കാര് വർഷന് എന്തോ കാട്ടിട്ടോ എന്നുള്ള ബേജാറില് സകല കാണാപ്പാടം പഠിച്ചോ തീർച്ചയാക്കണം. ആയിക്കോട്ടെ, ഒന്ന് ചൊല്ലിപ്പറയലോ കുറച്ചൊക്കെ. അപ്പൊ സഹോദരന്മാരെ, എന്തേ ഈ നിലപാട് ഞങ്ങളെ പഠിപ്പിച്ചത് വരക്കൽ തങ്ങളിൽ നിന്ന് ശംസുലുലമയിലൂടെ സനത് സഹിതം കിട്ടിയ ഒരു ആദർശ പ്രസ്ഥാനാണ്. ഇനിയോ ഇതിനെപ്പറ്റിയൊന്നും എസ്കക്കാരെ നിങ്ങളെ മൂക്കിൽപ്പെട്ടായ ഒരൊറ്റ മൂല്യന്മാരും കൊണ്ടൂല. കണ്ടേക്കണ്ടി ഒറ്റ മൂല്യന്മാരും കൊണ്ടൂല. അപ്പൊ മൂല്യരെ മർക്കസിലെ മുടിയോ നിങ്ങൾ നിൽക്കി, ഞാൻ പറഞ്ഞുതരാം. അപ്പോ സഹോദരന്മാർ ഒരു കഥന് കിട്ടിയ വേം പോയി കടന്നുറങ്ങാലോ. അപ്പൊ കുറച്ചൊക്കെ ആദ്യം എന്ത് ചെയ്യണം, നേരെ മരുന്ന് കുത്തിയക്കൂല, ആദ്യം ചൊറിയുന്നുണ്ടോ അല്ലേ നോക്കിയിട്ട് ഒരു സൂചിയൊക്കെ കുത്തും കയ്യമ്മേ. അത് ഫലം ചെയ്യണമെന്ന് കണ്ടാലേ ചന്തിമ സിസ്റ്റർ കുത്തുള്ളൂ. അതുവരെ കയ്യമ്മ ഇങ്ങനെ നോക്കി നോക്കും, എന്താ കോലം ചെയ്യലും. ഇപ്പൊ കയ്യമ്മ കുത്താൻ പ്രഷർ കൂടുന്നുണ്ടോ നോക്കട്ടെ, ഷുഗർ കുറയുന്നുണ്ടോ നോക്കട്ടെ, പിന്നെന്ത് ചന്തിമക്കൊരു മരുന്ന് ഇരിക്കട്ടെ. സഹോദരന്മാരെ, ഇവര് നമ്മളെ സ്വാഭാവിക എയ്ത്തും കുത്തും തന്ന് പടക്കാക്കുകയാണ്. ഞാൻ മാന്യമര്യാദക്ക് വയലറിഞ്ഞു പോകാൻ വിചാരിച്ച മനുഷ്യനാണ്. അപ്പൊ സഹോദരന്മാരെ പെറ്റ എയ്ത്ത് കാണുന്നില്ല, പോയോ കുടിക്ക്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചോക്കെ. പിന്നെ മൂപ്പർക്കുള്ള പ്രശ്നം എന്താ അറിയോ? എന്തിനാ ഇപ്പത് പറഞ്ഞത്? 2 കൊല്ലം മുമ്പല്ലേ കൊലപാതകം നടന്നത്?
ആ കൊലപാതകം നടന്നതിന്റെ ശേഷം വീണ്ടും നിങ്ങൾ ലീഗിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ പ്രസംഗിച്ചിട്ടില്ലേ? ആ പ്രസംഗമൊക്കെ നിങ്ങൾ എന്താ കാട്ടുക? എന്തായാലും പണയം വെക്കാൻ പറ്റൂല. അതുകൊണ്ട് രാമചന്ദ്രനെ ഏൽപ്പിച്ചണ്ട. അവ സഹോദരന്മാരെ, മൂപ്പര പ്രശ്നം അടുത്തതാ. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേദന എന്താ നിങ്ങള്? നിങ്ങൾക്ക് വേദന വായിച്ചപ്പോഴും കുട്ടിയത്, വേറൊന്നുമല്ല. ഇവര് ഒരേ നയം എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ ഞമ്മക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ ആദർശ സമ്മേളനത്തിൽ ആദർശവും ആ വിഷയം മാത്രം പറഞ്ഞങ്ങ് പോവുള്ളൂ. എങ്ങനെ എന്നപ്പോ നമുക്ക് വലിയ റാഹത്തായി. മൂപ്പരാണ് പറഞ്ഞാൽ വലിയ ഇടങ്ങേറും, പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ല സന്തോഷമാണ്. അതിന്റെ ശൈലി ഞാൻ പറഞ്ഞുതരാം. കുണ്ടൂര് മൂപ്പരിക്ക് നമ്മൾ പ്രസംഗത്തിന്റെ മേറ്റ് പറഞ്ഞു തരാം. മൂപ്പര് കൊണ്ടോട്ടി മദ്രസ പഠിച്ചു അന്നത്തെ പേരോട് ഉസ്താദ് മുജാഹിദിനെ ഗണ്ണിക്കാൻ, എന്നിട്ട് പേരോട് ഉസ്താദിന് മൂപ്പര് പഠിപ്പിച്ചു കൊടുക്കാൻ മേറ്റത്. അതേപോലെ തന്നെ അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ കൊന്നു എന്ന് ഞങ്ങൾ പറയുന്ന ഇവരെ ഭാഷയിൽ ഞാൻ പറയാണ്. ഇങ്ങളെ ഭാഷ എന്താ മൂല്യരെ പറയും? സ്റ്റേജിന്റെ പൈസ ലീഗാരണം തരൂല. കുണ്ടൂര് കുഞ്ഞിനെയും അമ്പലക്കണ്ടി ഖാദറിനെയൊക്കെ കൊന്നു ഇവലെ ഭാഷ. നിങ്ങളെ ഭാഷ പേതാ? കൊന്നതാരാ? കൊല്ലപ്പെട്ടോലേത് ഗ്രൂപ്പാ? പണ്ടുങ്ങൾ എന്താ പറഞ്ഞേ? മൂല്യാരെ, ഒരു മനുഷ്യങ്ങനാകാൻ പാടുണ്ടോ? സംഗതി നമ്മളെ ചങ്ങായി പറഞ്ഞിട്ട് കാര്യമല്ല. ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു പോയി. ആ നയം തന്നെയാണ് നമ്മൾ തുടർന്നിരുന്നുവെങ്കിൽ ഓക്കെ, നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. നമ്മുടെ വൈലാണല്ലോ. അതെ, ആ നയം തന്നെയാണ് ഞങ്ങളെക്കുള്ളത്. കൊന്നവരെയും അതുപോലെ കൊന്നവരെ സംരക്ഷിച്ചവരെയും തോൽപ്പിക്കണമെന്ന നയം തന്നെ എല്ലാ കാലത്തുണ്ടാകത്. ഇല്ലാമൻ താബ വഅസ്ലഹ. തൗബ ചെയ്യുന്നത് വരെ അതേ നിലപാടാ. ഓല നിലപാട് മാറിയോ ഞങ്ങളെ നിലപാടും മാറും. പക്ഷേ പ്രിയപ്പെട്ട വടശ്ശേരി ഉസ്താദേ, പ്രിയപ്പെട്ട പേരോട് ഉസ്താദേ, ഇടക്കാലത്ത് നമ്മൾ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇല്ല മൂല്യരെ, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നാലെ നടന്നിട്ടില്ല. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പൂർണ്ണമായി നടക്കാത്ത കുഴപ്പമാണ്. ഈ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നാലെ നടന്നിട്ടില്ല. മുസ്ലിം ലീഗിന്റെ മതിഹ് പറഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ ഇടക്കാലത്ത്. മുസ്ലിം ലീഗിന്റെ പ്രവൃത്തിയിൽ തോന്നിയാസുണ്ടായപ്പോ അത് പറഞ്ഞു, മാറ്റങ്ങളും നന്മയും ഉണ്ടായപ്പോ അതും നമ്മൾ അംഗീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുണ്ടായിക്കുന്നത് കുണ്ടൂർ കുഞ്ഞുവിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? അതെ, തൗബ ഉണ്ടായ ശേഷാണ്. അതാ സംഭവം. ഞങ്ങളെ എറണാകുളം സമ്മേളനത്തിൽ പോകരുത് എന്ന് ബീബിയും തങ്ങളും പ്രസ്താവന ഇറക്കി. സുന്നികൾക്കിടയിലുണ്ടായ ഭിന്നിപ്പിൽ ഒരു ഭാഗത്ത് കക്ഷി ചേർന്ന് കേരളത്തിലെ ഞങ്ങളെ പ്രവർത്തകന്മാരെ ക്രൂരയായി വേട്ടയാടി കൊലപ്പെടുത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ചില ചേഞ്ചുകൾ ഞങ്ങൾ കണ്ടു. അതായിരുന്നു ഈ 10-20 കൊല്ലക്കാലം AP ഉസ്താദ് ഒരു പള്ളിയുൽഗാനത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരൂല എന്ന് തീരുമാനമെടുത്ത പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് AP ഉസ്താദ് വരുന്ന പള്ളിയുൽഗാനത്തിൽ വരുന്നു എന്ന് മാത്രല്ല, AP ഉസ്താദ് ഉണ്ടാക്കിയ മംഗലാംപുരം പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഒരു ചേഞ്ചിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് വന്നു. ആ നിലപാടിനെ മുസ്ലിം ലീഗിലെ ഉമറാക്കൾ സപ്പോർട്ട് ചെയ്തു. നോളേജ് സിറ്റിയിലേക്ക് പോകരുത് എന്ന് ചേളാരി ചന്തയിലെ മോലിയമാരും ജമ്മു കസുറാക്കി തിരുവനന്തപുരത്ത് പോയി പറഞ്ഞിട്ടും ഓര് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് നോളേജ് സിറ്റിയിൽ വേഗം വന്ന് കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളത് ചതിയാന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് ഞങ്ങളെ മയക്കിക്കടത്തിലാന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ ചോദ്യം ചെയ്തില്ല. അതവരുടെ തൗബയായി ഞങ്ങൾ മനസ്സിലാക്കി. അതവരുടെ ചേഞ്ചായി നമ്മൾ അംഗീകരിച്ചു. എങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽ ഒരാളെ കൊല്ലുന്നത് ക്രൂരതയാണ്, തോന്നിവാസമാണ്, തമ്മാടിത്തമാണ്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നത് വേദനാജനകമാണ്. എങ്കിലും ഈ സമുദായത്തിൽ ഒരു യോജിപ്പുണ്ടാവുകയാണെങ്കിൽ, ഈ സമുദായത്തിൽ ഒരു മസ്ലഹത്തുണ്ടാവുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതി മുസ്ലിം ലീഗ് മാന്യമായ സംയമനത്തിന്റെയും യോജിപ്പിന്റെയും ശൈലിയിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോ അതിനെ ഞങ്ങളെ നേതാക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ കൊണ്ടുവരാൻ ആ നിലയ്ക്ക് ഞങ്ങളെ ഉലമാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അത് ലീഗിന്റെ പിറകെ പോകലല്ല, മുസ്ലിം ലീഗിന്റെ മധു പറയലുമല്ല. അബ്ദുൽ ഖാദറിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? തൗബ ഉണ്ടായപ്പോഴാണ് മൂല്യരെ.
പക്ഷേ തൗബ കാക്കത്തൗബയാണ് ഞങ്ങൾക്ക് തോന്നിയത്. മണ്ണാർക്കാട് ഇലക്ഷനിൽ ചുരുങ്ങിയത് ശംസൂനെ മാറ്റിയിട്ട് വേറൊരു മുസ്ലിം ലീഗുകാരനെങ്കിലും ഒരു സമവായത്തിന് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടായിരുന്നുവെങ്കിൽ ആ തൗബയുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ ചോദ്യം ചെയ്യുമായിരുന്നില്ല. തൗബ ഉണ്ടായപ്പോ ഞങ്ങൾ ഉൾക്കൊണ്ടു. തൗബ കാക്കത്തൗബയാന്ന് മനസ്സിലാക്കിയപ്പോ അതിന്റെ തോതിനനുസരിച്ച് ഞങ്ങൾ തിരിച്ചടിച്ചു. കൊലപാതക രാഷ്ട്രീയത്തിൽ അതാണ് നിങ്ങളുടെ പ്രതിഷേധമെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇനി എന്തു ചെയ്യും? അതൊക്കെ അങ്ങനെ തന്നെ നിലക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് കുണ്ടൂരിലെ കുഞ്ഞൂനെ കൊന്നവർക്ക് സപ്പോർട്ട് ചെയ്തപ്പോ ഞങ്ങൾ പ്രസംഗിച്ചതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും വഴി കണ്ടപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പ്രസംഗിച്ചത് അതും അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങളെ നിലപാടിൽ എവിടെയും മാറ്റല്ല. ശത്രുക്കളുടെ നിലപാട് മാറുന്നതിനനുസരിച്ച് ഞങ്ങളെ നിലപാട് മാറും. അത് മണ്ണാർക്കാട്ടേക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ. അത് നിങ്ങൾ കേൾപ്പിച്ചെന്നാണ് ഞങ്ങൾ പച്ചി പ്രസംഗിച്ചോളേ. CPM-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കേൾക്കണം. ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കണ്ട. നാളെ നിങ്ങൾക്കെതിരെ അവർ പ്രസംഗിക്കും. ഉറപ്പാട്ടോ? ഉറപ്പാണ്. CPM ഞങ്ങളെ പ്രസ്ഥാനത്തെ, ഞങ്ങളുടെ പ്രബോധകരെ, ഞങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ മുസ്ലിം ലീഗ് ഞങ്ങളെ തെരുവിലിട്ട് വേട്ടയാടുന്നത് പോലെ CPM വേട്ടയാടിയാൽ, കോൺഗ്രസ് വേട്ടയാടിയാൽ, ജനതാദൾ വേട്ടയാടിയാൽ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളെ വേട്ടയാടിയാലും ആ വേട്ടക്കാരിൽ നിന്ന് അനുയായികളെ രക്ഷപ്പെടുത്താനുള്ള നയനിലപാട് ഈ പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കും. സത്യമാണ്. അതിലെന്താ സംശയം? അതാണോ AP സുന്നേ? നിലപാടിൽ ഒരിക്കലും ഒരു ഉത്തരവാദിത്തമില്ല. ഒരു കാലഘട്ടത്തിലും അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ നയനിലപാടിൽ നല്ലപോലെ ഉത്തരവാദിത്തമുണ്ട്. അതാണ് എസ്കക്കാര് ലീഗാര പോഷക സംഘടനയായതുപോലെ ഞങ്ങൾ കോൺഗ്രസിന്റെയോ CPM-ന്റെയോ പോഷക സംഘടനയാകാത്തതായ ഞങ്ങൾ മണ്ണാർക്കാട് CPI സ്ഥാനാർത്ഥിയെ പിന്തുണക്കുമ്പോഴും ഞങ്ങൾ സ്വന്തം കാലിലാണ്, സ്വന്തം ചെലവിലാണ്, സ്വന്തം അഡ്രസ്സിലാണ്, സ്വന്തം നിലപാടിലാണ്. ഞാൻ വെല്ലുവിളിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളിൽ നിന്നൊരാൾക്കെതിരെ എന്തെങ്കിലും ഒരു ബഹിഷ്കരണത്തിന്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ കൊല്ലിയിൽ മുഴയുള്ള എസ്കക്കാരൻ കേരളത്തിലുണ്ടോ? ഞങ്ങൾക്ക് വലതൻ ഇടതൻ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങളെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ആരും ഞങ്ങൾക്ക് കണക്കാണ്. നിങ്ങൾ കേട്ടോളൂ. ഇനി 3-4 പ്രസംഗം കേട്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഇത് നാദാപുരത്തെ പ്രസംഗം. പേരോടാണ് പ്രഭാഷകൻ. പേരോട് വിഷയം ലീഗിന് സമവായം, സമസ്തക്ക് സംഘർഷം. ഈ പ്രസംഗം നടക്കുന്നതെന്ന 2013 നവംബർ 8-ന്, അല്ല നവംബർ 28-ന്. മണ്ണാർക്കാട് കൊലപാതകം നടക്കുന്നതോ നവംബർ 20-ന്. നവംബർ 20-ന് കൊലപാതകം, 28-ന് നാദാപുരത്ത് പ്രസംഗം. അതായത് ഇവിടെ നടന്ന കൊലപാതകത്തിന്റെ 8ാമത്തെ ദിവസം. 15 കൂടി കഴിയുന്നില്ല. ആ 8ാമത്തെ ദിവസം പേരോട് ലീഗിന് വേണ്ടി ഒരു പ്രസംഗമാണ് നാദാപുരത്ത് നടത്തിയത്. ശരിയാണ്. ലീഗിന് വേണ്ടിയല്ല. മണ്ണാർക്കാട് ഞങ്ങളെ 2 പ്രവർത്തകന്മാര് കൊല ചെയ്യപ്പെടുമ്പോ, ഒരു കുടുംബത്തിലെ 7 മക്കള് അനാഥകളാകുമ്പോ, സുഹൃത്തുക്കളെ, കേരളത്തിൽ മുസ്ലിം ലീഗ് ഞങ്ങളോട് യോജിപ്പിന്റെ പാലം പണിയുന്ന സമയമാണ്. ഞങ്ങളെ വേദിയിൽ നിന്ന് മാറി നിന്ന ലീഗുകാര് നിങ്ങളെ തിട്ടൂരം മറികടന്ന് ഞങ്ങളെ സ്റ്റേജിൽ വരുന്ന സമയമാണ്. ആ സമയത്താണ് കുണ്ടൂർ മണ്ണാർക്കാട് ഞങ്ങളെ പ്രവർത്തകന്മാര് കൊല ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് മണ്ണാർക്കാട് കൊലപാതകം നടന്നപ്പോ 10-25 കൊല്ലക്കാലത്തിലേറെയുള്ള അകൽച്ച ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഇനിയും മാറാതെ അപക്വമതികളായ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് ചെയ്ത തോന്നിവാസമാകാം. അതുകൊണ്ട് ആ പ്രവർത്തകന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം, അവരെ ശിക്ഷിക്കാം. അതിന്റെ പേരിൽ ഇപ്പോൾ സമുദായത്തിലുണ്ടാകുന്ന ഐക്യം അപകടപ്പെടരുത്. ഇനിയും സമുദായത്തിൽ വ്യാപകമായ കലാപവും കൊള്ളവെപ്പും ഉണ്ടാകരുത്. ഈ യോജിപ്പ് നടക്കട്ടെ. പാണക്കാട് കുടുംബവും കാന്തപുരം ഉസ്താദും ഒന്നിച്ചിരിക്കുന്ന സാഹചര്യം നിലനിൽക്കട്ടെ. മണ്ണാർക്കാട് കൊലപാതകം ക്രൂരമാണ്, നിന്ദ്യമാണ്, തമ്മാടിത്തമാണ്, വേദനാജനകമാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ടും ബോധ്യപ്പെട്ടിട്ടും അത് ചെയ്തത് ലീഗുകാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിച്ചത് ലീഗ് നേതാക്കൾക്കതിൽ പങ്കുണ്ടാകൂല എന്നാണ്. മുസ്ലിം ലീഗ് MLA ആ പ്രതികളെ സപ്പോർട്ട് ചെയ്യൂല
കഴിയൂല എന്നാണ്. ആ പ്രതികളെ കയ്യാമം വെച്ച് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇപ്പോൾ ഉണ്ടായ യോജിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശംസുദ്ദീൻ MLA കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുപോയി. അതുകൊണ്ട് ആ ഘട്ടത്തിലും ഞങ്ങൾ അതിന്റെ പേരിൽ കേരളത്തിൽ മൊത്തത്തിലുള്ള യോജിപ്പിന്റെ വഴി പൊളിച്ചു കളഞ്ഞില്ല. അതിനാവശ്യമായ പ്രസംഗം ഞങ്ങൾ പറയാത്തത് ഞങ്ങളെ സമുദായ ഗുണകാംക്ഷയാണ്, ഐക്യത്തോടുള്ള താല്പര്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൽബിൽ ഈമാൻ വേണം, സത്യസന്ധത വേണം, ബോധം വേണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിലേക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു. ആ കാര്യം മണ്ണാറക്കാട്ടെ കൊലപാതകത്തിന്റെ പ്രതികൾ ക്രൂരമായി അങ്ങനെ തന്നെ ശിക്ഷിക്കപ്പെടണം. അതിന് ലീഗ് ഇപ്പോഴത്തെ യോജിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടെ നിൽക്കും. ശംസു MLA അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം അതാണല്ലോ നീതി എന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. അയാൾ എന്തിനാന്നുള്ളത് പിന്നെ പറഞ്ഞത് അയാൾ നടത്തി. ഇത് ഒരു വിദ്വാനോട് പറയാ, അത് പ്രതികൾ ഓരാൻ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ അറിഞ്ഞിക്കണേ. നിങ്ങൾ പിറ്റേ ദിവസം ഇവിടെ സിറാജിലെഴുതി ലീഗാണ്. മണ്ണാറക്കാട് ഹംസുവിനെയും നൂറുവിനെയും കൊന്നത് ലീഗാണ് ഞങ്ങൾക്കറിയാം. പിറ്റേ ദിവസം തന്നെ അറിയാം, അപ്പോൾ തന്നെ അറിയാം. എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് നാദാപുരത്തെ പ്രസംഗത്തിൽ ഇപ്പോഴുള്ള ഐക്യത്തെ തന്നെ സപ്പോർട്ട് ചെയ്തു പ്രസംഗിച്ചു എന്നറിയുമോ? സമുദായ ഐക്യം അത്ര പ്രധാനമാണ്, മസ്ലഹത്ത് അത്ര വിശുദ്ധമാണ്. അങ്ങനെ ഒരു വിഷയത്തിന്റെ പേരിൽ ഈ ഐക്യം പൊളിയരുത് എന്ന ഞങ്ങളെ സതുദ്ദേശമാണ്. മാത്രമല്ല അതിനുമ്പല്ലേ കൊണ്ടൊരു കുഞ്ഞു, മാത്രമല്ല അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ, അതൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഈ പറഞ്ഞ പ്രവർത്തകരെ നിങ്ങളതല്ലേ കരഞ്ഞു പറഞ്ഞത്? കരഞ്ഞു പറഞ്ഞ നിങ്ങളോട് ചോദിക്കുന്നു, മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? പറ. ഞങ്ങൾ ദീനിന് വേണ്ടിയായിരുന്നു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയായിരുന്നു, ഹംസുവിന്റെയും നൂറിന്റെയും ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയായിരുന്നു. ഈ നിലപാടുകൾ ആരെ നിങ്ങൾ വിശ്വസിപ്പിക്കും? ഞങ്ങൾ മൂക്ക് കീഴ്പ്പെട്ടായ തലച്ചോറുള്ള എല്ലാരും വിശ്വസിപ്പിക്കും. ലീഗുകാർക്ക് വരെ അറിയാം. ഇപ്പൊ സംഗതി അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അത് രഹസ്യ ജഡ്ജ് കമ്മിറ്റിയും വഖഫ് ബോർഡാണ്. ഇനി അങ്ങനെ ഒരു രഹസ്യം ഉണ്ടെങ്കിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണ ഇമാമ് മാമൂമിങ്ങൾ കേൾക്കണമെന്ന് കരുതി അല്ലാഹു അക്ബർ ചൊല്ലിയാല് ഒപ്പം ഈ നിയത്തും കൂടി ഉണ്ടായ രണ്ട് നിയത്തും വെച്ച ഒരു അപകടമല്ല. ഈ നിയത്തും കൂടി ഉണ്ടായാലും ഇനി പ്രശ്നമില്ല. അതുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. ഉണ്ടെങ്കിലും പ്രശ്നമില്ല സുഹൃത്തുക്കളെ. എന്നാൽ മണ്ണാറക്കാട് കൊലപാതകം നടക്കുന്ന സമയത്ത് ഞങ്ങളെ വേദിയിൽ കയറാത്തവർ വേദിയിൽ കയറുന്ന സമയമാണ്. ഇപ്പോഴും ഞങ്ങൾ തുറന്നു പറയട്ടെ, മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസമുള്ള, സമുദായ സ്നേഹമുള്ള ധാരാളം പൊതുപ്രവർത്തകന്മാരും കാരണവന്മാരും ഈ ചക്കുളത്തിപ്പോരിനെ വെറുക്കുന്നുണ്ട്. ഈ ചക്കുളത്തിപ്പോരിന്റെ പേരിൽ വേദനിക്കുന്നുണ്ട്. ഈ ചക്കുളത്തിപ്പോരിന് ചേളാരി കമ്പനിന്റെ കൂടെ ചേർന്ന് നിൽക്കാത്തതിന്റെ പേരിൽ അത്തരം ആളുകൾ വേട്ടയാടപ്പെടുന്നുണ്ട്. അറിയില്ലേ PK ഫിറോസിനെ? ഞാനിവിടുത്തെ MSFകാരോട് നിഷ്കളങ്കമായി ചോദിക്കട്ടെ, മുസ്ലിം ലീഗുകാരോട് നിഷ്കളങ്കമായി ചോദിക്കട്ടെ, PK ഫിറോസിന്റെ രക്തവും മജ്ജയും സമയവും സമ്പത്തും മുസ്ലിം ലീഗിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കുന്നമംഗലം മണ്ഡലത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗിയായ PTA റഹീമിനെ പരാജയപ്പെടുത്താൻ PK ഫിറോസ് നല്ലൊരു ചാൻസാണ് എന്ന അർഹമായ ഒരു ചിന്ത കുന്നമംഗലത്തെ ഏത് ലീഗർക്കല്ലാത്തത്? പക്ഷേ PK ഫിറോസ് ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാ ഞങ്ങളിപ്പോ മനസ്സിലാക്കണേ. അടുത്തത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു മനുഷ്യനായി കാണുന്നു, മാന്യനായി കാണുന്നു. ചക്കുളത്തിപ്പോരിന് കൂട്ടുനിന്നില്ല എന്നതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ കഴിവും പ്രാപ്തിയുമുള്ള PK ഫിറോസ് എന്ന യുവ നേതാവ് കുന്നമംഗലത്തിൽ നിന്ന് 10 പൈസക്കില്ലാതെ വലിച്ചെറിയപ്പെടുക. എന്നിട്ട് PTA റഹീം എന്ന രാഷ്ട്രീയ പ്രതിയോഗിയുടെ മുന്നിൽ നിന്ന് ലജ്ജയില്ലാതെ മുസ്ലിം ലീഗിന് ബാലുശ്ശേരിയിലേക്ക് ഒളിച്ചോടേണ്ടി വന്നില്ലേ? ഈ ചേളാരി കമ്പനിന്റെ ചക്കുളത്തിപ്പോര് മാത്രമല്ല ഇതിന്റെ കാരണം. ചാനൽ വാർത്ത. കുന്നമംഗലം സീറ്റിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ രൂക്ഷമായ ഭിന്നത. PK ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടിയിൽ നടക്കുന്ന നീക്കങ്ങളാണ് സമസ്തയെ പ്രകോപിപ്പിച്ചത്. സമസ്തയെ അനുനയിപ്പിക്കാൻ ലീഗ് നേതൃത്വം ശ്രമം തുടരുകയാണ്. സുന്നി നിലപാടുകളെ വിമർശിച്ച PK ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് SKSSF നേരത്തെ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്താ ഇപ്പൊ PK ഫിറോസ് ഇത്തരം മുജാഹിദിന്റെ ഒപ്പം കൂടിയത്? എന്നാൽ കുന്നമംഗലം സീറ്റിലേക്ക് PK ഫിറോസിന്റെ പേരാണ് ഉയർന്നു വന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഫിറോസിനായി ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. ഫിറോസ് മത്സരിച്ചാൽ AP വിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിക്കുമെന്നും വിജയിക്കാനാകുമെന്നുമുള്ള വിലയിരുത്തലാണ് ലീഗിനുള്ളത്. അതിന് രാഷ്ട്രീയം തിരിയണ്ടേ? ചേളാരി കമ്പനിക്ക് ചിത്താന്തം കുയിന്തും അല്ലാതെ ദീനറിയോ ദുന്യാവ് അറിയോ?
എന്നാൽ ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നാണ് സമസ്തയുടെ ആക്ഷേപം. ഇനി അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? ഫിറോസിനെ മത്സരിക്കാൻ പറ്റുമോ നോക്കിയാ പോരെ? അയാൾ ലീഗിന് ഗുണം കിട്ടുമോ നോക്കിയാ പോരെ? ചേളാരി കമ്പനിക്കെന്താ, പൂച്ചക്കെന്താ പൊന്നൊരുക്കിനടുത്ത് കാര്യം? സുഹൃത്തുക്കളെ, ഈ സത്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടും അത് അംഗീകരിച്ചുകൊണ്ടും തന്നെയാണ് ഞങ്ങൾ ഇത്തരം വിഷയം പറയുന്നത്. ഇത്തരം മുസ്ലിം ലീഗിലെ ഒരു സമവായത്തിന്റെ ശൈലി കാണുമ്പോ, ആ സന്ദർഭത്തിൽ മണ്ണാർക്കാട് ഒരു കൊലപാതകം നടക്കുമ്പോ അതവിടെ അടങ്ങട്ടെ, അവിടെ ഒതുങ്ങട്ടെ, മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ സപ്പോർട്ടും സ്നേഹവും അടിസ്ഥാനമാക്കി ആ പ്രതികളെ അർഹമായ ശിക്ഷ കൊടുക്കാൻ ഞങ്ങളെ കൂടെ കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ അതിന്റെ പേരിൽ ഈ സമവായം പൊളിക്കുന്ന ഒരു സംസാരം 8 ദിവസം കഴിഞ്ഞ് നാദാപുരത്ത് പേരൊടുക്കാതെ നടത്താതിരുന്നത് സമുദായ സ്നേഹമാണ്, ഐക്യപ്രതിബദ്ധതയാണ്, ദീനിനോടുള്ള ഗുണകാംക്ഷയാണ്. പക്ഷേ ഞങ്ങൾ കണ്ടതെന്താ? പിന്നീട് പിടികിട്ട പുള്ളിയായി നടക്കുന്ന നൂറു ഹംസ വധക്കേസിലെ പ്രതി കുഞ്ഞാലിക്കുട്ടിയുടെ ഇടത്തും വലത്തും നിൽക്കുക. മണ്ണാർക്കാട് ഞങ്ങൾ ശംസുവിനെതിരെ പ്രസംഗിക്കുമ്പോ വടശ്ശേരി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പറഞ്ഞത് നൗഷാദ് മൂല്യർ എന്നെ ക്ലിപ്പിടുന്നുണ്ട്. എന്നിട്ട് പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ ഓരോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിച്ചെടുക്കും. ഇയാളെ വർത്താനം കേട്ടാത്ത നിറയെ കൽബിലുണ്ടായി പറയല്ല. അയാളെ വർത്താനം ഒരു ചൊങ്കിട്ടണില്ല. നമ്മളിപ്പോ അയാളെ പണ്ടത്തെ വേളും കേട്ടിട്ടില്ലേ? ഇയാളിതിങ്ങനെ പറഞ്ഞൊപ്പിച്ചാണ്. ഒരു മോശമാണ്. രാജ്യത്തിന്റെ നിയമമനുസരിച്ച് വഖഫ് ബോർഡിനെ ട്രൈബ്യൂണലിനെ സമീപിച്ച് ഞങ്ങളെ രാജ്യത്തെ ഗ്രൂപ്പീസം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു രേഖ സമ്പാദിച്ചത് മാത്രമല്ലേ കുഞ്ഞി ഹംസ ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഖിസാഫ് ചെയ്തപ്പോ ആ കാബോലികര് വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ പോലും പിടികുട്ടാപ്പുള്ളിയായി നടന്നിരുന്ന പ്രതിയെ സ്റ്റേജിലിരുത്തി സ്റ്റേജിലിരുത്തി ആദരിച്ചില്ലേ ഇവന്മാർ. അപ്പം ഞങ്ങൾ മനസ്സിലാക്കി ഇത് ഞങ്ങളെ വഞ്ചിക്കുകയാണ്, ഇത് ഞങ്ങളെ പകിട കളിപ്പിക്കുകയാണ്. ആ പ്രതികളെ കയ്യാമം വെക്കുന്നതിനും ഞങ്ങൾക്ക് അർഹമായ അവകാശം വാങ്ങിത്തരുന്നതിനും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കില്ല, ന്യായമായ സപ്പോർട്ട് കിട്ടൂല എന്ന തിരിച്ചറിവിൽ നിന്ന് ഞങ്ങൾക്ക് നയം മാറ്റേണ്ടി വന്നു. അവർ മാറിയപ്പോ ഞങ്ങൾ മാറി, അവർ വീണ്ടും മാറിയപ്പോ ഞങ്ങൾ വീണ്ടും മാറി. അങ്ങനത്തെ നയേ സമസ്ത എടുത്തിട്ടുള്ളൂ. പോകട്ടെ സഹോദരന്മാരെ. അതായത് പ്രതികളെ സ്റ്റേജിലിരുത്തി ആദരിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നപ്പോൾ. അതെ, അതന്നെയാ പ്രശ്നം. ഒന്ന്, ഇനിയോ സഹോദരന്മാരെ, പിടികിട്ടാപ്പുള്ളി കുഞ്ഞാലിക്കുട്ടിന്റെ ഇടത്തും വലത്തും നിൽക്കുക മാത്രമല്ല, സുഹൃത്തുക്കളെ, ആ പ്രതികളിൽ ഒന്നാം പ്രതിയായ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ കുറെ മുറവിളികൾക്ക് ശേഷമാണ്. അയാളെ അങ്ങനെ കൊണ്ടുപോകുമ്പോ 2 ആളുകളെ ക്രൂരമായി കൊല ചെയ്ത പ്രതിക്കുള്ള ഒരു പരിഗണനയല്ല കൊടുക്കുന്നത്. സിദ്ദീഖിനെ സുഖവാസ ചികിത്സക്ക് കൊണ്ടുപോണ ബഹുമാനത്തിലാ കൊണ്ടുപോണത്. ഞങ്ങളെ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി. ഞങ്ങൾക്കപ്പൊ പ്രസംഗം തിരുത്തേണ്ടി വന്നു, നയം തിരുത്തേണ്ടി വന്നു, നിലപാട് തിരുത്തേണ്ടി വന്നു. അവർ അനുകൂലികളായ ഞങ്ങൾ അനുകൂലികൾ, അവർ വിരുദ്ധരായാൽ ഞങ്ങൾ വിരുദ്ധർ തന്നെ. അതന്നെയാണ് ഉണ്ടായത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലെ സഹോദരങ്ങൾ വെട്ടേറ്റ് മരിച്ച കേസിലെ 1-ാം പ്രതി പോലീസിൽ കീഴടങ്ങി. കല്ലാങ്കുഴി ചോരോട്ടിൽ സിദ്ദിഖാണ് ഞായറാഴ്ച വൈകിട്ട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. 21 പേർ പ്രതികളായുള്ള കേസിലെ അറസ്റ്റിൽ ആയ 14 പേർക്കും ലഭിക്കാത്ത പരിഗണനയാണ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സിദ്ദിഖിന് പോലീസ് നൽകിയത്. കാഞ്ഞിരപ്പുഴ കല്ലാങ്കുടിയിൽ കഴിഞ്ഞ നവംബർ 20 രാത്രി സഹോദരന്മാരായ പള്ളത്ത് ഹംസയെയും നൂറുദ്ദീനെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊന്ന കേസിലെ 1-ാം പ്രതി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം നേതാവുമായ ചേലോട്ടിൽ സിദ്ദീഖാണ് ഞായറാഴ്ച വൈകുന്നേരം മണ്ണാർക്കാട് പോലീസിൽ കീഴടങ്ങിയത്. ഈ കേസിൽ 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവർക്കൊന്നും ലഭിക്കാത്ത പരിഗണനയാണ് സിദ്ദീഖിന് മണ്ണാർക്കാട് പോലീസ് നൽകിയത്. അറസ്റ്റിലായ 14 പ്രതികളെയും പോലീസ് തന്നെയാണ് മാധ്യമപ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വാർത്ത നൽകിയത്. എന്നാൽ സിദ്ദീഖിന്റെ ചിത്രം പകർത്തുന്നത് പോലീസ് തടയുകയാണുണ്ടായത്. തുടർന്ന് മാനക്കേട് വരേണ്ട സിദ്ദീഖിന്